നന്നായിട്ട് പഠിക്കുന്ന നക്ഷത്രക്കാർ, അങ്ങനെ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടോ? അത് മിഥുനം രാശിക്കാർ. അതെന്നെ പറയും സ്ത്രീലോലസ്വരതോപചാരകുശല ശാമേക്ഷണ ശാസ്ത്രബോധം ഉണ്ടായിരിക്കും. ദൂതക്കുഞ്ചിത മൂർധജ പടു ബുദ്ധിമാനായിരിക്കും. ദൂതൻ ഹാസ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ഒബ്സർവേഷൻ ഉണ്ടാവണം. അല്ലേ? ചാർവാങ്കപ്രിയ നല്ല വാക്കുകളോടുകൂടി വ്യക്തി. പ്രഭക്ഷണ ദിറ്റത് അവിടെ പഠിക്കുക എന്ന് വെച്ചാൽ ബുക്കിഷ് നോളജ് മാത്രമല്ല അവർക്കുള്ളത്. ഈ പഠനത്തിൽ കുറച്ചുകൂടെ മികവ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ? ഒരുപാട് അറിവുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ എങ്ങനെ ഒരാളിനോട് ഇടപെടണം എന്നറിയില്ല. ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഒരു വലിയ ഇതൊന്നുമല്ല. ഇപ്പോൾ പരിഹാരം മാത്രമല്ല ഞാൻ പറയണം, അവർക്ക് എന്ത് മെത്തേഡിലാണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 10ാം ക്ലാസ്സും പ്ലസ് ടു എല്ലാം ഫുൾ എ പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ മാർക്കോടെ ആയിരിക്കും ഒരു പാസ് ആവുന്നത്. പക്ഷേ ഒരു ഹയർ സ്റ്റഡീസ് വരുമ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും, ചിലപ്പോൾ സപ്ലികളായിരിക്കും. അല്ലെങ്കിൽ കർമ്മഭാവം നോക്കുകയാണെങ്കിൽ 10ാമത്തെ രാശി വളരെ സ്ട്രോങ് ആണെങ്കിൽ അതിനകത്തോട്ട് റീച്ച് ചെയ്യും. അതിനൊരു ക്ഷമയോടെ അതിനായിട്ട് പാനിക് ആക്കാതെ വീണ്ടും ട്രൈ ചെയ്യാൻ പറയണം. നമ്മൾ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ബിസിനസ്സിൽ രക്ഷപ്പെടുന്ന നക്ഷത്രക്കാർ, നന്നായിട്ട് പഠിക്കുന്ന നക്ഷത്രക്കാർ, അങ്ങനെ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടോ? കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടായിരിക്കും അവരവരുടെ കഴിവുകൾ വരുന്നത്. പക്ഷെ ഇതിന് നക്ഷത്രത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? നന്നായിട്ട് പഠിക്കുന്ന നക്ഷത്രക്കാർ എന്ന് പറയുമ്പം ബുധൻ്റെ രാശിയിൽ നിൽക്കുന്ന ആൾക്കാർ, അത് മിഥുനം രാശിക്കാർ. അതെന്നെ പറയും സ്ത്രീലോലസ്വരതോപചാരകുശല ശാമേക്ഷണ ശാസ്ത്രബോധം ഉണ്ടായിരിക്കും. ദൂതക്കുഞ്ചിത മൂർധജ പടു ബുദ്ധിമാനായിരിക്കും. ദൂതൻ എന്നുവെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ. ദൂതക്കുഞ്ചിത മൂർധജ പടു ഹാസ്യങ്കിത ദൂതവിത്. ഹാസ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ഒബ്സർവേഷൻ ഉണ്ടാവണം. അല്ലേ? ചാർവാങ്കപ്രിയ നല്ല വാക്കുകളോടുകൂടി വ്യക്തി. പ്രഭക്ഷണ ദിറ്റത് നല്ല ഭക്ഷണശീലം ഉണ്ടാവുക. ഗീതപ്രിയോ നൃത്തം സംഗീതാദി കലകൾ താല്പര്യം ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഗതാധാരിയായ പുരുഷനും വീണാധാരിയായ സ്ത്രീയും. അവിടെ പഠിക്കുക എന്ന് വെച്ചാൽ ബുക്കിഷ് നോളജ് മാത്രമല്ല അവർക്കുള്ളത്, മറിച്ച് ഇങ്ങനെ കലാപരമായ നൈപുണ്യങ്ങളും ഉള്ള രാശിയാണ് മിഥുനം രാശി എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ എല്ലാ കാലവും പഠിച്ചുകൊണ്ടേയിരിക്കും. ബുക്കിഷ് നോളജ് ഉള്ളവരാ. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മിഥുനം രാശി എന്ന് പറയുമ്പോഴത്തേക്കും മകയിരം തിരുവാതിര പുണർദം നക്ഷത്രങ്ങൾ വരുന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാശിക്കാരെ അവരുടെ 4ാമത്തെ രാശിയാധിപതി എന്ന് വെച്ചാൽ 4ാം ഭാവം എന്നുള്ള കേന്ദ്രഭാവം. അത് അവരുടെ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷന് ചിന്തിക്കാൻ പറ്റും. അതുപോലെ 9ാമത്തെ രാശിയാധിപതിക്ക് അഷ്ടമാധിപത്യം ഉണ്ട്. 9ാം ഭാവം ഹൗസ് ഓഫ് നോളജ്. അഷ്ടമാഭാവം റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ടുള്ള റീസർച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. കർമാധിപതിയായ ഗ്രഹം എന്ന് പറയുന്നത് കർമ്മഭാവം എന്ന് പറയുന്നത് സമുദ്രരാശിയാണ്, മീനം രാശിയാണ്. അപ്പം അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നല്ല രീതിയിൽ പഠിച്ച് അവരൊരു പഠിക്കുക മാത്രമല്ല ചെയ്യണം, നല്ല രീതിയിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരും കൂടെയാണ്. നല്ലതായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ ഹാസ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല ഒബ്സർവേഷൻ ഉണ്ടാവണ്ടേ? വേണം. നല്ല ഒബ്സർവേഷൻ ഉള്ളവർക്കേ നല്ല ഹാസ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഒബ്സർവേഷൻ ഉള്ള ആൾക്കാരാണ്. നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് അറിവുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ എങ്ങനെ ഒരാളിനോട് ഇടപെടണം എന്നറിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ അറ്റൻഡ് ചെയ്യണ്ടേ? അത് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അപ്പൊ അത് മിഥുനം ഭയമില്ലാത്ത ആളുകളായിരിക്കണം. ഭയം പലപ്പോഴും ഭയമുള്ള അത് എഡ്യൂക്കേഷൻ ഭയം അത് വേറെ ഒരു വശമാണ്. ഉൾഭയം വരുന്ന ഒരു ആൻസൈറ്റി വരുന്നത് കൂടുതൽ ഈ ബുക്കിഷ് നോളജിനകത്തോട്ട് മാത്രം ഒതുങ്ങി ഒരു അങ്ങനെ മാത്രമായിട്ട് വരുന്ന ഒരു സർക്കിളിൽ വരുന്ന കുട്ടിയൊക്കെ കുറച്ച് ഭയം ഉണ്ടാവും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പല കളിലും കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുള്ള കുട്ടികളായിരിക്കും, ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു സൊസൈറ്റി ആയിട്ട് ഒരു സോഷ്യൽ അട്രാക്റ്റീവ്നെസ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള രാശികളിൽ ജനിച്ചു കഴിഞ്ഞാലും ചില കുട്ടികൾക്കൊരു പ്രായം കഴിയുമ്പോൾ, അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കാം, പിന്നീട് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അഡിക്ഷൻസ് പലപ്പോഴും വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ മറ്റുള്ള രീതിയിലുള്ള ഇപ്പോൾ ഫോണാകാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആകാം, അത്തരത്തിലുള്ള അഡിക്ഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? അത് എന്തെങ്കിലും രാശികളുടെ കാരണങ്ങൾ കൊണ്ടാണ്? അത് മഹാദശാ കാലഘട്ടങ്ങൾ, ഇപ്പം രാഹുവിൻ്റെ മഹാദശാ കാലഘട്ടം വരുമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ശുക്രൻ്റെ ദശാകാലം, ഈ പഠിക്കുന്ന സമയത്ത് ശുക്രൻ്റെ ശനിയും ശുക്രനും തമ്മിൽ യോഗം ചെയ്യുക, അല്ലെങ്കിൽ രാഹുവിൻ്റെ മഹാദശാ കാലഘട്ടങ്ങൾ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ പറയുന്ന അഡിക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ശുക്രനെ ഇപ്പം നല്ല രീതിയിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല. അതുപോലെ എന്തെങ്കിലും അഫെയറോ അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങിയങ്ങ് പോകും.
പക്ഷേ അഡിക്ഷൻസ് വരുമ്പോഴത്തേക്ക് രാഹുവിൻ്റെ ദശാകാലഘട്ടമൊക്കെ ആണെങ്കിൽ അഡിക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അഡ്വാൻസ് ആയിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഹോറോസ്കോപ്പ് നോക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി നിങ്ങൾ ഫ്യൂച്ചർ ഇങ്ങനെയാണ്, നല്ലതായിട്ട് തന്നെ പോകണം, അങ്ങനെയൊന്നുള്ള ഒരു കാര്യത്തിലൊന്നും ചെന്ന് പെടരുതെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് സമാധാനത്തിൽ ബോധ്യപ്പെടുത്തി അവരെ അതുപോലെ തന്നെ കൂടുതൽ ഈ അഡിക്ഷൻസിലോട്ട് പോകുന്നതും അത് എല്ലാം അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ പാരൻസ് അധികം കെയർ ചെയ്യാത്തതുകൊണ്ടും അതുപോലെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആദ്യത്തെ ഫ്രണ്ട് ആ പാരൻസ് തന്നെയായിരിക്കണം. അവർക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ളൊരു സ്പേസ് പാരൻസ് കൊടുക്കണം. അവരെ ശിക്ഷിക്കാനും മാത്രമല്ല, വളർത്താനും ശിക്ഷിക്കാനും മാത്രമല്ല പാരൻസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ ആ പാരൻസിനോടൊരു ഏറ്റവും അവരെ കൺട്രോൾ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നല്ല ഞാൻ പറയാറുള്ളത്. ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകണം. അവർക്ക് ഇങ്ങനെ ഒരു സമയമുണ്ട്, എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ഇടയ്ക്ക് ഒരു അച്ഛനെഴുതി MBBS കൊണ്ടാക്കിയിട്ട് എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി ആ കുട്ടിക്ക് ഭയങ്കര ഡിപ്രഷൻ, അതിനെ പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ലോകത്ത് ഡോക്ടറായാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരു നിയമവും ഇല്ല. പറ്റില്ലെങ്കിൽ നിന്നെയാണ് എനിക്ക് ആവശ്യം, നീ തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രണ്ടായിരിക്കണം ഒരു അച്ഛനും അമ്മയും എന്നാണ്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളും അഡിക്ഷൻസിലോട്ട് പോകാൻ അവരെ മനസ്സനുവദിക്കില്ല എന്നുള്ളതാണ്. അവരെ ലോകത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയായിരിക്കും അവർക്ക്, അല്ലെ അവരുടെ സിബ്ലിങ്സ് ആയിരിക്കും. അവരെ ഇന്ന് വിട്ടിട്ട് അവർക്കൊരു ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് പോകാൻ അവരെ മനസ്സനുവദിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അത് രാഹു ദശാകാലമായിട്ട് അഡിക്ഷൻസ് വരാം. ഈ പഠനത്തിൽ കുറച്ചുകൂടെ മികവ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്. വിദ്യാസൂക്തമൊക്കെ കഴിപ്പിക്കാം. അതുപോലെ ഏത് ഗ്രഹമാണോ അവർക്ക് ഈ പഠിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാം. അത് റെഗുലറായിട്ട് പ്രാർത്ഥിക്കാൻ പറയാം, മെഡിറ്റേഷൻ ചെയ്യാൻ പറയാം. മെഡിറ്റേഷൻ നല്ലൊരു ഉപാധിയാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആവും, അറ്റൻഷൻ നമുക്ക് കിട്ടും. അപ്പം നമുക്കൊരു കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ ക്ഷേത്രത്തിൽ ചെന്നാൽ തന്നെ നമുക്ക് നല്ലതായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ട് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പ്രേരിപ്പിക്കണം. അപ്പം അവർക്ക് നല്ലതായിട്ട് പിന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനും ഒരു അടങ്ങിയിരുന്ന് പഠിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇത് ഈ പരിഹാരത്തിനപ്പുറം നിന്ന് ഓരോ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ മെത്തേഡുകൾ ഉണ്ടായിരിക്കും പഠിക്കാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കേട്ട് പഠിക്കാൻ എളുപ്പം, ചിലർക്ക് വായിച്ചു പഠിക്കാനായിരിക്കും എളുപ്പം. ഞാൻ വായിച്ചു പഠിച്ചുകൊണ്ടെന്ന് ഉറങ്ങിപ്പോവും. ഞാൻ പഠിക്കാനുള്ള കഴിവില്ലാത്ത ആളായിട്ടാണോ? അല്ല, മറിച്ച് അത് എൻ്റെ ഒരു ലേണിംഗ് രീതി വേറെ ഒരു രീതിയിൽ കൂടെ ആയിരിക്കാം. ചിലർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡ്, പണ്ട് നമ്മളിവിടെ പഴയ ലെക്ചർ ഓറിയൻറ്റഡ് മെത്തേഡ് ഫെയിലായി പോയിട്ടില്ലേ ഒരു സമയത്ത് ഇല്ലേ? അപ്പോൾ എന്നിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡ് ഉള്ളത്. അപ്പോൾ അവർക്ക് ചിലർക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് മെത്തേഡായിരിക്കും അവർക്ക് കൂടുതലും പിന്നെ നല്ലതായിട്ട് വരുന്നത്. അപ്പം അല്ലെങ്കിൽ ചിലത് വിഷ്വൽസ് കണ്ടിട്ടായിരിക്കും. ഇപ്പം ഇന്ന് എന്തെല്ലാമോ ഉപാധികളുണ്ട്. ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഒരു വലിയ ഇതൊന്നുമല്ല. ഇപ്പോൾ പരിഹാരം മാത്രമല്ല ഞാൻ പറയണം, അവർക്ക് എന്ത് മെത്തേഡിലാണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ മെത്തേഡിലൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പഠിച്ചു പോകും. ഈ കൂടുതൽ ഏത് ഗ്രഹമാണ് ഈ പഠനത്തിന് പുറകേക്ക് വലിക്കുന്നത്? അങ്ങനെയുണ്ടോ? പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബുധൻ, ബുദ്ധിയുടെ കാരകനും വിദ്യാകാരകനുമായ ഗ്രഹം ബുധനാണ്. പ്രാക്ടിക്കലായിട്ട് അത് ജ്ഞാനം അറിവിന് ഉപരിയായ വിഷയം എന്ന് പറഞ്ഞാൽ വ്യാഴാണ്. പിന്നെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. ധനം, വിദ്യാവാക്ക്, വിദ്യാഭ്യാസത്തെ ചിന്തിക്കാം രണ്ടാം ഭാവം കൊണ്ട്. നമ്മുടെ വേർബൽ കമ്മ്യൂണിക്കേഷനെ ചിന്തിക്കാം രണ്ടാം ഭാവം. രണ്ടാം ഭാവാധിപതിയായ ഗ്രഹത്തിൻ്റെ ബലക്ഷയം കൊണ്ടുവരാം, ബുധൻ്റെ ബലക്ഷയം കൊണ്ടുവരാം. അഞ്ചാം ഭാവം നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ ബലക്ഷയം കൊണ്ടുവരാം. അഞ്ചാം ഭാവാധിപതിയായ ഗ്രഹത്തിൻ്റെ ബലക്ഷയം കൊണ്ടുവരാം. അതുപോലെ മഹാദശയുടെ പ്രശ്നം കൊണ്ടുവരാം. അതുപോലെ കർമ്മഭാവാധിപതിയായ ഗ്രഹത്തിൻ്റെ വരാം. മൂന്നാം ഭാവാധിപതിയായ ഗ്രഹത്തിൻ്റെ വരാം. അപ്പോൾ അതെന്താണെന്നുള്ളത് ഹോറോസ്കോപ്പ് കണ്ടാൽ ഇന്നത് കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതൊരിക്കലും അത് എന്താണെന്നുള്ള ഹോറോസ്കോപ്പ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ അഡിക്ഷൻ വരുന്നത് പോലെ തന്നെ ചില കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സും +2 എല്ലാം ഫുൾ A+ ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ മാർക്കോടെ ആയിരിക്കും അവർ പാസ് ആവുന്നത്. പക്ഷേ ഒരു ഹയർ സ്റ്റഡീസ് വരുമ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും. ചിലപ്പോൾ സപ്ലികളായിരിക്കും, അല്ലെങ്കിൽ വളരെ മോശം ആയിരിക്കും അവരുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് 9th ഹൗസുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ 4th ഹൗസ്, സെക്കൻഡ് ഹൗസൊക്കെ വെച്ച് നോക്കാൻ പറ്റും. അതുപോലെ 9th ഹൗസ് വീക്ക് ആണെങ്കിൽ, ഇപ്പം 9th ഹൗസിൽ ഖേദം ഒക്കെ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ 9th ഹൗസിന് ബലക്ഷയമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ 9ാം ഭാവാധിപതിയുടെ മഹാദശാ കാലഘട്ടം കൂടെ വരുവാണെങ്കിലോ, അല്ലെങ്കിൽ
ആ രാശിക്ക് ബലക്ഷയം ഉണ്ടാവും, 9ാം ഭാവാധിപതിക്ക് ബലക്ഷയം ഉണ്ടാവും. അതിൻ്റെ മഹാദശാ കാലഘട്ടം കൂടെ വരുവാണെങ്കിലും ഒക്കെ ആ സമയത്ത് ഈ പറയുന്ന ഹയർ സ്റ്റഡീസിന് ബ്ലോക്ക് ഉണ്ടായിപ്പോൾ എന്ന് പറയും. അത് 9th ഹൗസുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് പരിഹരിക്കാനെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇപ്പം ഈ 9th ഹൗസിൽ കേതു ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഈ ഹയർ സ്റ്റഡീസിൽ അവരിപ്പം ഇപ്പോൾ MBBSന് അഡ്മിഷൻ കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. പക്ഷെ ആ സമയത്ത് അതിനകത്തോട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നിൽക്കാം. പക്ഷെ അതിനെ വീണ്ടും അതിൻ്റെ കർമ്മഭാവം നോക്കുകയാണെങ്കിൽ 10ാമത്തെ രാശി വളരെ സ്ട്രോങ് ആണെങ്കിൽ അതിനകത്തോട്ട് റീച്ച് ചെയ്യും. അതിനൊരു ക്ഷമയോടെ അതിനായിട്ട് പാനിക് ആക്കാതെ വീണ്ടും ട്രൈ ചെയ്യാൻ പറയണം. അങ്ങനെ ഒരു സപ്പോർട്ട് പാരൻസ് കൊടുക്കണം ആ സമയത്ത്. അപ്പോൾ അവർ വിചാരിക്കും അയ്യോ നേരത്തെയൊക്കെ നല്ലതായിട്ട് പഠിച്ചു പോയാണല്ലോ, ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കും. പക്ഷേ അവരൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നോർമലായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അതിന് ആ ഗ്രഹത്തിന് ദോഷപരിഹാരം കൂടെ കൊടുത്താൽ മതി. അങ്ങനെയുള്ളൊരു ഹൊറോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുമോ ഇന്നതാണ് വിഷയമെന്ന്? അല്ലെങ്കിൽ അത് കൂടാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ? അത് കൂടാതെ എന്ന് വെച്ചാൽ ഇപ്പം ഈ സ്കൂൾ തലങ്ങൾ വരെ എന്ന് വെച്ചാൽ ഈ പാരൻസ് കൂടുതൽ എൻ്റെ കൺട്രോളിൽ നിൽക്കണല്ലേ. പിന്നെ ഒരു അഡോളസൻസ് കാലഘട്ടമല്ലേ വരുന്നത്. അഡോളസൻസിൻ്റെതായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അവരെ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവർ ഭയങ്കര സെൻസിറ്റീവായിട്ട് നിൽക്കുന്നു. അവർ പറയുന്നത് ആ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ആ കാലഘട്ടത്തിലും അവരെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ അവരൊരു റിയാലിറ്റിയിൽ നിൽക്കുകയല്ലല്ലോ, അവരൊരു വേറൊരു ലോകത്ത് നിൽക്കുന്നൊരു പ്രായമല്ലേ. അപ്പം അങ്ങനെ വരുന്ന അവരൊരു വ്യക്തിയാണ് എന്നാൽ വ്യക്തി ആയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രണ്ടും അല്ലാത്തൊരു ബാല്യത്തിൽ നിന്ന് മാറി ഒരു കൗമാരത്തിലോട്ട് കയറുന്ന ഒരു കാലഘട്ടമല്ലേ അത് പോകുന്നത്. അപ്പം ആ ഒരു മാറ്റവും അവർക്ക് ആ ഒരു സമയത്തെ പഠനത്തെ ബാധിക്കാം എന്ന് പറയാൻ പറ്റും. അതുമല്ല അവർക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും, പ്രതീക്ഷകൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ചില സമയങ്ങളിൽ അവർ ആ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ സമയത്ത് പിന്നെ വരുന്ന സ്ട്രെസ്സ് വരാം, ഒരു അക്കാദമിക് സ്ട്രെസ്സ് ഫീൽ ചെയ്യാം. ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര എൻട്രൻസും ഭയങ്കര കോമ്പറ്റീഷനും ആര് വിൻ ചെയ്യും എന്നൊക്കെ ഉള്ള ലെവലിൽ നിന്ന് പോകുന്ന ഒരു ഇതില്ലേ, അതും അങ്ങനെ ഒരു സ്ട്രെസ്സും വരാം. ഏജിൻ്റെ ഒരു ഘടകം വരാം, പിന്നെ അക്കാദമിക് സ്ട്രെസ്സ് വരാം, പിന്നെ പ്ലാനറ്ററി പൊസിഷൻ വരാം, അങ്ങനെ 9th ഹൗസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം, ഇങ്ങനെ പല കാര്യങ്ങളും വരാം.